ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്ന് കുറച്ച് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത ഒരവസ്ഥയാണ് കേട്ടോ ഇപ്പം. രാവിലെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലും എടുത്തുകൊണ്ട് വന്ന് പാത്രത്തിലൊഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. രാവിലെ നമുക്ക് ദോശയും ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ചിരകി എടുക്കുന്നത്. രാവിലെ തന്നെ കറികളൊക്കെ ആദ്യം വച്ചതിന് ശേഷം ഞാൻ ബാക്കി ചോറും ബാക്കി ദോശ ഇടുന്നതൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ചിരുന്ന ചമ്മന്തിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കേശു ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. അവൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് എക്സർസൈസൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ വരുന്ന പാല് ഞാൻ ചായയാണ് ഇടുന്നത് കേട്ടോ. കാരണം അവന് രാവിലെ എക്സർസൈസൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കവർ പാലും ഉള്ളതിനെ ഞാൻ കാച്ചി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പശുവും പാലാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഉച്ചത്തേക്ക് ഇതാ പരിപ്പ് കറിയും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാത്രം വച്ചേക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു. അതിനെ തോരനാക്കാമെന്ന് വിചാരിച്ചു. ഈ പരിപ്പൊക്കെ വേകുന്ന സമയം കൊണ്ട് ഞാൻ തോരനും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഒതുക്കി അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് വെന്തോളും. ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. കറികൾ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലികളും പെട്ടെന്ന് തീരും കേട്ടോ. ഇപ്പോൾ ഇതാ പരിപ്പൊക്കെ നല്ലോണം വെന്ത് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പരിപ്പിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ടെങ്കിൽ അതും കൂടെ കഴുകി വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ജോലികളും ഒത്തു നടക്കും. പിന്നെ തോരൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ തോരന് വേണ്ടിയുള്ള അരപ്പും കൂടെ അരച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്കളൊക്കെ എഴുന്നേറ്റ് അവിടെ ഇരിപ്പുണ്ട്. കേശു 4 മണിക്ക് എഴുന്നേറ്റാണ്. വർക്കൗട്ട് ചെയ്യുന്നതുണ്ട് 4 മണിക്ക് എഴുന്നേറ്റാണ് കേട്ടോ. കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് വീഴുന്ന പൊടികളൊക്കെ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് പാത്രങ്ങളിങ്ങനെ നിരത്തിയിടാൻ വേണ്ടിയിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനിടയ്ക്ക് ക്യാരറ്റും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. തോരൻ വെച്ച പാത്രം തന്നെയാണ് ഞാൻ അതിന് വേണ്ടി കഴുകി എടുത്തിട്ടുള്ളത്. ഒരുപാട് പാത്രങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവും. മാക്സിമം പാത്രം കുറച്ചെടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ തോരൻ ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സ്പൂൺ തന്നെയാണ് കേട്ടോ ഇതിനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മുമ്പ് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിലെയൊക്കെ ഇതുപോലെ കറികളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും എല്ലാത്തിനും ഒരേ സ്പൂൺ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നിനും ഓരോ സ്പൂൺ എടുത്തുകൂടെ എന്ന്. പക്ഷേ ഞാനിപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് സോയാബീൻ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കൈപ്പിടിയോളം സോയാബീൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഉച്ചത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ചോറിനെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അത്രയും മതി, കുറച്ച് മതി. കറിയിലിടുമ്പോഴത്തേക്കും ചെറുതായിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇവിടെ സോയാബീനൊന്നും ചേട്ടന് അത്ര ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല. ഇതിന് വല്ലാത്തൊരു ചെവയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലവണ്ണം കഴുകി പിഴിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും ചോറിന് വെച്ചിരുന്ന വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ അടുക്കളയിലുള്ള പണികളൊക്കെ കഴിയും. മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും 7-7:15 ആവും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്കൊക്കെ വരുന്നത്. അരിയൊക്കെ കഴുകിയിട്ട ശേഷം ഞാൻ സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെ സോയാബീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2-3 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ദോശ ഇടാനുള്ള കല്ലും കൂടെ ഞാൻ അവിടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് കറിയും ആവും, ദോശയും ചുടാം, പിന്നെ ചോറും കൂടെ തിളപ്പിച്ച് വയ്ക്കാം. ഉള്ളി നല്ലവണ്ണം വഴറ്റി എടുക്കണം. ഞാൻ ഗ്രേവി കുറച്ചാണ് വയ്ക്കുന്നത്. നല്ല വരട്ടിയാണ് വയ്ക്കുന്നത് കേട്ടോ. ഇപ്പം നല്ലവണ്ണം ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും, കുറച്ചെന്ന് പറയുമ്പോഴത്തേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഓളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് നമ്മുടെ ഗരം മസാല അതും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ഈ ഉള്ളി വഴറ്റുന്ന പാത്രത്തിൽ തന്നെയാണ് ഇട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം മാറ്റി വെച്ചിരുന്ന ഉള്ളിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഞാൻ രാവിലെ കുടിക്കാൻ വേണ്ടി ചൂടാക്കി വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ചെറിയൊരു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഈ സോയാബീനിൽ ഈർപ്പം ഉണ്ട് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിരുന്നതല്ലേ. ഇതിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും നല്ലവണ്ണം ഇങ്ങനെ കഷ്ണങ്ങളുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ കഷ്ണങ്ങളുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചപ്പോഴത്തേക്കും ഇപ്പം നമ്മളെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതവിടെ ഹോളും റൂമും ഒക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ്. കഴുകിയിട്ട തുണികളൊക്കെ കുറച്ചൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കസേരയിലൊക്കെ എടുത്ത് വെച്ചേക്കുകയാണ്. കുറച്ച് ദിവസം കൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെളിയിലിട്ടേക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുന്ന ആ ഭാഗത്ത് വലുതായിട്ട് വെയിലടിക്കില്ല. ജനാലകളിലൊക്കെ എത്ര പൊടി തട്ടിയാലും വീണ്ടും വീണ്ടും ഭയങ്കര പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കാറുണ്ട്. എങ്കിലും മാറാലെ ഒക്കെ പെട്ടെന്നാണ് പിടിക്കുന്നത്. ഞാൻ തൂക്കാൻ വരുന്ന സമയത്തായിരിക്കും ഈ പൂച്ചക്കുട്ടന്മാരൊക്കെ കളിക്കാൻ വരുന്നത് കേട്ടോ. ഇവർ ഈ ബ്രഷിൽ കയറി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കാതെ അങ്ങനെ നിൽക്കും. ഇപ്പം ഞാൻ എല്ലായിടവും അടിച്ചു വരുന്നതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ ഭാഗവും അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷമാണ് ഹാളും ഡൈനിങ് ഏരിയയും കിച്ചനും ബെഡ്റൂമും എല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. കേശു ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ കിച്ചണിൽ പാത്രമെല്ലാം കഴുകി വെച്ചതിന് ശേഷമാണ് അടിച്ചു വരാൻ വേണ്ടി പോയത്. ഞാൻ പറഞ്ഞല്ലോ മഴയായത് കാരണം കുറച്ച് തുണികൾ ഉണങ്ങാതെ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ മുകളിലാണ് കേട്ടോ കൊണ്ടുവന്ന് ഇടുന്നത്. ഈ മഴയുള്ള സമയത്തൊക്കെ എനിക്ക് ഉപകാരമാണ് ഈ മുകളിൽ ഞാൻ ഈ ബെഡ്റൂമിൽ കെട്ടിയിരിക്കുന്ന ഈ ആശ. അപ്പം ഞാൻ വെയിൽ സമയത്താണെങ്കിൽ കുഴപ്പമില്ല. മഴ പെയ്യുന്ന ഇനിയിപ്പോൾ ഭയങ്കര മഴയായിരിക്കും. ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര മഴയൊക്കെ ആയിരിക്കും. ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ സ്റ്റെയർ കേസിലും ഒക്കെ ഞാൻ വിരിച്ചിടാറുണ്ട്. മുകളിലത്തെ ബെഡ്റൂമൊന്നും ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മുകളിലത്തെ ബെഡ്റൂമൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതവിടെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റാണ്. ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ ചോറ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ കറികൾ ഇവിടെ ക്യാരറ്റ് മെഴുക്കുവരട്ടുണ്ട്, തോരനുണ്ട്, പിന്നെ നമ്മളെ സോയാബീൻ കറിയുണ്ട്. അങ്ങനെ പരിപ്പ് കറിയും കൂടെ ഒഴിച്ച് ഉച്ചത്തെ ഊണ് ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ ഇനി വൈകുന്നേരത്തെ കാര്യമാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് തുണികൾ എനിക്ക് കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് കഴുകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലായിരുന്നു, മഴയൊന്നും പെയ്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല കഴുകിയിടാന്ന് വിചാരിച്ചു കേട്ടോ. വീണ്ടും കൂട്ടിയിട്ടിരുന്നാലും അത് കൂടിപ്പോവല്ലേ ഉള്ളൂ. കേശു ഇടുന്ന പെയിൻറ്റുകളൊക്കെ അവനിങ്ങനെ ചവിട്ടിയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതിൽ മിക്കവാറും ചെളിയൊക്കെ ഉണ്ടാവും. അത് ഇങ്ങനെ എത്ര ഉരച്ചാലും ചില സമയത്ത് അങ്ങനെ പോവാറില്ല. ഇങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഉരയ്ക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ കഴുകുന്നതിൽ പോയിട്ടുണ്ട്. കൂടുതൽ ഉണങ്ങിപ്പിടിച്ചിരിക്കുമ്പോഴായിരിക്കും അത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസം കേട്ടോ. പിന്നെ ഞാൻ ഇതവിടെ തുണിയൊക്കെ കഴുകിയതിന് ശേഷം ഇവിടെ ഉണങ്ങാൻ വേണ്ടി ഇടുകയാണ്. കുറച്ച് തുണികൾ ഇവിടെയും ബാക്കി തുണികളെല്ലാം കൂടെ ഞാൻ അപ്പുറത്തെ സൈഡിലും കൂടെയാണ് കേട്ടോ വിരിച്ചിടുന്നത്. അങ്ങനെ തുണിയൊക്കെ കഴുകി വിരിച്ചതിന് ശേഷം ഇനി മുറ്റം അടിക്കാനും കൂടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എല്ലാ ഭാഗവും മുറ്റം അടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇനി മുറ്റം അടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് രാത്രി ഇനി ഭക്ഷണം ഉണ്ടാക്കണ കാര്യം കൂടെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബൈ.